മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാവുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇതിങ്ങനെ വലിയ ആശങ്കയിലും ഭീതിയിലും ഒക്കെ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഓരോ അതിർത്തിയിലുമുള്ളത്. വനാതിർത്തികളിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ അത് സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വാർത്ത. നമുക്കറിയാം ഈ കൊല്ലം മാത്രം, ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മാത്രം ഏതാണ്ട് 7ഓളം പേരാണ് കാട്ടാനയുടെ കലിയിൽ മാത്രം ജീവൻ നഷ്ടമായി. ഇവരടക്കമുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഇന്നിതാ ചർച്ചയ്ക്കെടുത്തത്. ആ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരുന്നു. നേരത്തെയും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ അത് വനംവകുപ്പിന്റെ വീഴ്ചയടക്കം വലിയ തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തു പറഞ്ഞിരുന്നു. പ്രതിപക്ഷമടക്കം ആക്ഷേപമായി വനം മന്ത്രിയും വനം വകുപ്പിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പിന്റെ മേധാവി. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറി വനംവകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കും സമിതി. വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളാകും. ചീഫ് സെക്രട്ടറി കൺവീനറുമായിരിക്കും. ഈ സമിതി സംസ്ഥാന തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി, വനം വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേരുന്ന മറ്റൊരു നിയന്ത്രണ സമിതി കൂടി, അതായത് സംസ്ഥാന തലത്തിൽ നിയന്ത്രണ സമിതി കൂടി രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നതും ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ, SP, DFO, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർ അടങ്ങുന്ന ഒരു നിയന്ത്രണ സംവിധാനം ജില്ലാതലത്തിലും രൂപീകരിക്കും. മാത്രമല്ല വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനും നടപടികൾ തയ്യാറാക്കുന്നതും ഇനി മുതൽ നടപ്പാക്കുന്നതും. ഇങ്ങനെ വലിയ തരത്തിലുള്ളൊരു മാറ്റം സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അതിന്റെ എണ്ണമടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമായി എടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കും. അത് പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ രീതിയിൽ വരെ അല്ലെങ്കിൽ കുറയ്ക്കും, ആ പ്രശ്നപരിഹാരത്തിന് വലിയ രീതിയിൽ സഹായകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല ഈ പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഒരുങ്ങുന്ന നിരീക്ഷണ സംവിധാനത്തിൽ സമാനമായി വനം വകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുമെന്നും നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സങ്കേതങ്ങൾ ഒരുക്കും. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. കൂടാതെ വന്യജീവി സംഘർഷങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കുമെന്നും ഇതിന് സംസ്ഥാന വനംവകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തോട്ടമുടമകളോട് വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സംസ്ഥാന സർക്കാർ തന്നെ അഭ്യർത്ഥിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ആവശ്യമായ ജീവനക്കാരെയും ഉപകരണങ്ങളെയും വാഹനങ്ങളും നൽകി ശക്തിപ്പെടുത്തും. നേരത്തെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇന്നലെ നടന്ന 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ തൃശ്ശൂരിലടക്കം ആക്ഷേപം ഉയർന്നത് ആ പ്രദേശത്ത് കൃത്യമായ ആളുകളെ ഇല്ല എന്നുള്ളതായിരുന്നു. ആ സാഹചര്യത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. സ്മിത. ഷഫീദ്, ഏതായാലും ഒരു ആശ്വാസകരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം. കാരണം എത്രയോ നാളുകളായിട്ടുള്ള അവരുടെ ആവശ്യമാണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകണം, അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോൾ ഉയർന്ന തലത്തിൽ മുതൽ, അത് മന്ത്രിതലത്തിൽ മുതൽ താഴെത്തട്ടിൽ വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരെ കൃത്യമായ ഉത്തരവാദിത്വം നൽകുന്നു, ചുമതലകൾ നൽകുന്നു. ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ, അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു അത്തരത്തിലൊരു സൂചനകൾ വരുന്നു
വരുന്നുണ്ടോ? അതിനുള്ള ഏറ്റവും അടിയന്തര നടപടിയായി ഈ സമിതി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടോ? എന്തെല്ലാമാണ് ഈ സമിതി അടിയന്തരമായി ചെയ്യുക? ഷഫീദ് റാവുത്തറാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ദുരന്ത അവസ്ഥയാണ്. അങ്ങനെ ഉള്ള ഒരു പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഇതിനു വേണ്ടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി, ഈ പ്രശ്നം പഠിക്കുന്നതിനു വേണ്ടി അതിന് ഏത് രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകാം, ഈ രീതിയിൽ എങ്ങനെ അത് പരിഹരിക്കാം, ഇനിയും ഇത്തരത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടരുത്, ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോകരുത്, തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും അടിയന്തര നടപടികളാണ് വേണ്ടത്. അതിനായി സംസ്ഥാനത്ത് ഒരു സമിതി സംസ്ഥാന തലത്തിൽ രൂപീകരിക്കുന്നു. ആ സംസ്ഥാന തലത്തിലുള്ള സമിതിയിൽ മന്ത്രി തലത്തിൽ മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, ജനപ്രതിനിധികളുണ്ടാകും. ആ സമിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സമിതി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക, ഇതൊക്കെ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, സമിതിയുടെ പ്രവർത്തനം തീർച്ചയായിട്ടും അടിയന്തരമായുള്ള നടപടികളാണ്. എനിക്ക് തോന്നുന്നു അതാണ് വേണ്ടത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, മുൻപെങ്ങുമില്ലാത്ത വിധം തന്നെ ഓരോ ദിവസവും ഓരോ രീതിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യരുടെ ജീവനുകൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായ എന്ത് നടപടികളാണ് ഈ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? ഏത് രീതിയിലാണ് സമിതി പ്രവർത്തിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃത്യമായി തുരത്തി ഓടിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങളില്ല. അതിനുമപ്പുറത്തേക്ക് മയക്കുപടി വെക്കുന്നതിനടക്കമുള്ള അനുമതിക്കായി കാത്തു നിൽക്കേണ്ട അല്ലെങ്കിൽ ഒരു വൈകല്യ സാഹചര്യം, ഇതടക്കം വലിയ തരത്തിൽ ആക്ഷേപമായി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി ഈ മുഖ്യമന്ത്രി തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കുള്ള 4 സമിതികൾ അക്കാര്യമൊക്കെ ആ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ദുരന്ത നിവാരണ വകുപ്പായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വന്യജീവി ഇറങ്ങിയെങ്കിൽ, ആ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ, ആളുകൾക്ക് അത് ശല്യമായി മാറിയെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആയിരിക്കും ഇനി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അത് ഈ പ്രശ്നത്തിന്റെ ഒരു അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ടും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മുൻപുണ്ടായ ചില വീഴ്ചകളടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഈ റിപ്പോർട്ടിൽ ചില പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ MP ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു, അവരുടെ സങ്കടങ്ങൾ പറയുന്നു. ഈ രീതിയിലൊരു സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ പ്രതീക്ഷയുണ്ടോ? സമിതിയുടെ പ്രവർത്തനങ്ങൾ അത് ഇവർക്ക് ഗുണകരമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉതകും എന്ന് തോന്നുന്നുണ്ടോ? തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത്, നടപടികളാണ്. പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പല രീതിയിൽ അവർ വരുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ രാവിലെ വരെ മൂന്നാറിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ കളക്ടറുടെയൊക്കെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തെ വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വനമന്ത്രി എനിക്ക് നൽകിയ കത്തിൽ പറഞ്ഞ ഉറപ്പുകൾ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ പ്രഖ്യാപനങ്ങളിൽ പലതും അതേപടി തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RRT രൂപീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോലും പലപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയ ഒരു കഥകളാണ് നമുക്കുള്ളതെങ്കിൽ അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു നടപടികളില്ലാതെ. അപ്പോൾ ഒരു പുതിയൊരു തലത്തിലേക്ക് പുതിയൊരു തീരുമാനം കൂടി വരുന്നു എന്നുള്ള ഒരു രീതി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടങ്ങൾ സമയബന്ധിതമായി നമ്മുടെ നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ, വന്യജീവി പ്രശ്നം പരിഹരിക്കപ്പെടുന്ന തരത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ നിർവാഹമുള്ളൂ. അല്ലാത്തിടത്തോളം കേവലം പാഴ്വാക്കുകൾ, കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമായി അവസാനിക്കാനാണ് സാധ്യതയായിട്ടുള്ളത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വയനാട്ടിലെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയില്ല, ഈ രീതിയിലുള്ള വിമർശനങ്ങൾ. ഇതിപ്പോൾ കൂടുതൽ മന്ത്രിമാർ, മുഖ്യമന്ത്രി അധ്യക്ഷനാകുന്നു. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി നടപ്പാക്കാൻ ഒരു കൂട്ടായ്മ, അത് തീർച്ചയായിട്ടും ഫലം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയില്ലേ അങ്ങേക്ക്? മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം 8 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഒരു പ്രസ്താവന വന്യജീവി സംഘർഷവുമായി നടത്താത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കേന്ദ്രത്തിന് ഈ മന്ത്രിസഭയുടെ ഭാഗമായ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ അദ്ദേഹം അജ്ഞനാണോ അതോ അക്ഷരം നടിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. ഈ അദ്ദേഹം അത് ചെയർമാനായാലും
എന്താണ് നടപടി എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഏതായാലും സ്ഥിതിഗതികൾ ആശാവഹമല്ല. സ്ഥിതിഗതികൾ വളരെ ദോഷകരമായി തന്നെ തുടരുകയാണ്. ശരിയാണ്. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. ശബ്ദത്തിൽ എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. നന്ദി ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ താമരശ്ശേരി രൂപത ബിഷപ്പ് ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ചേരുന്നുണ്ട്. ബിഷപ്പ് നമസ്കാരം. ഇപ്പോൾ ഈ കൂടുതൽ സംസാരം എന്നുള്ളതിനേക്കാൾ പ്രവൃത്തി, അതാണ് ഏറ്റവും പ്രധാനം വേണ്ടത്. കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ ഇടുക്കി MP പ്രതികരിച്ചത്. അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഈ സമിതി രൂപീകരിച്ചതിനെ കുറിച്ച് ആശാവഹമാണോ ഇത്തരത്തിലൊരു സമിതിയുടെ രൂപീകരണം? അതെ, തീർച്ചയായിട്ടും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. ഒരു കേരളത്തിന്റെ തന്നെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തെ സർക്കാർ കാണുന്നത് കൂടുതൽ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടെന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത്. നമുക്കത് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയാണല്ലോ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടെ നടന്നെടുക്കാൻ വളരെ എളുപ്പമായിട്ട് അതിനെ സഹായിക്കും. അതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇനി അതിന് നടപടികൾ ഉണ്ടായാൽ മതി. അതിനനുസരിച്ച് ഒരു ദുരന്തമായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്തമായി മൃഗ മനുഷ്യ സംഘർഷങ്ങള് അതിനെ പരിഗണിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് വാക്കുകളിൽ ഒതുങ്ങാതെ അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് കർഷകർക്ക് ഒരു ആശ്വാസം ലഭിക്കുക. ബിഷപ്പ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും, വയനാട്ടിൽ നിന്നാകട്ടെ ഇടുക്കിയിൽ നിന്നാകട്ടെ, ഇങ്ങനെ തുടർച്ചയായിട്ട് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നു. അവരുടെ ഒരു ജീവിതാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വലിയ കഷ്ടമാണ്. കൃഷി ഭൂമി നശിപ്പിക്കുന്നു, അതുപോലെ കൃഷി നടത്താൻ കഴിയുന്നില്ല, പൈസയില്ല, കടം വരുന്നു. ഇങ്ങനെ വല്ലാതെ ദുരിതത്തിൽ നിൽക്കുന്ന ജനങ്ങളോട് നമ്മളിപ്പോൾ ഈ സമിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമിതി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഏത് രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അതിന് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ നടപടികൾ, പ്രവർത്തനങ്ങൾ അത് തുടങ്ങുക. പക്ഷേ ഈ രീതിയിലുള്ളൊരു സമിതി രൂപീകരിക്കുക എന്നതിനേക്കാൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് തന്നെയാണോ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ആകേണ്ടത്? ഇപ്പോൾ സത്വരമായിട്ട് ഇതിന് നടപടി എടുക്കേണ്ടത് ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിഭൂമിയിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതിനുള്ള അവകാശം കർഷകർക്ക് തന്നെ നൽകണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള അവകാശം ഒരു സാധാരണ വ്യക്തിക്കുണ്ടല്ലോ. അതുപോലെ തന്നെ അതാണ് ഏറ്റവും സത്വരമായിട്ട്. അത് ലഭിച്ചാൽ ഞങ്ങൾ കർഷകർ ബാക്കിയെല്ലാം ചെയ്തു കൊള്ളാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ സമിതിയുടെ മുമ്പാകെ ഞങ്ങളത് അവതരിപ്പിക്കും. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നന്ദി ബിഷപ്പ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അതോടൊപ്പം തന്നെ അങ്ങയുടെ അഭിപ്രായം വ്യക്തമായി തന്നെ പറഞ്ഞു. സമിതി എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഒന്നുമില്ല എന്നുള്ളതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ആകട്ടെ, എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ സ്വീകരിക്കുക, അത് തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ആ രീതിയിലാണ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ താമരശ്ശേരി അതിരൂപത ബിഷപ്പ് നമ്മളോട് പറഞ്ഞത്.